മുക്കം മുഹമ്മദിനെ ഒഴിവാക്കാൻ താൻ കാരണമായിട്ടില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. അധികാരമോഹമില്ലാത്ത വ്യക്തിയാണ് മുക്കം മുഹമ്മദ്. അതിനാൽ പാർട്ടി വിട്ട് മത്സരിക്കുമെന്ന് കരുതുന്നില്ല. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുക മാത്രമാണ് താൻ ചെയ്തത്. കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറായ ആളെന്ന നിലയിലാകും ഈ പരിഗണനയെന്നും യുവാക്കളുടെ പേര് ഉയർന്നു വന്നിട്ടില്ലെന്നും ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് എലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ എ.കെ. ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. LDF-ൽ യാതൊരു പ്രതിസന്ധിയുമില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു LDF കൺവീനർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ താങ്കളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാകുന്നത്. അതിനെങ്ങനെയാണ് നോക്കിയത്? എൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു വെല്ലുവിളിയും ഞങ്ങളെ പാർട്ടിയിലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ ഇല്ല. എന്നാൽ പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പ്രവർത്തകന്മാർക്ക്, ഘടകങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ചും എലത്തൂർ മണ്ഡലം കോഴിക്കോട് ജില്ലയിലായതുകൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് അവരുടേതായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ആ അഭിപ്രായം ജില്ലാ കമ്മിറ്റി ബന്ധപ്പെട്ട വേദികളിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മുക്കം മുഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞത് അവസാനം കേന്ദ്ര തീരുമാനമാണ്, ആ തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാന കാരണം അദ്ദേഹം നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള, രാഷ്ട്രീയ ബോധമുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനാണ്. താങ്കൾ അദ്ദേഹത്തിന് അധികാരമോഹം ഇല്ല എന്ന് പറയുമ്പോഴും കൂടെ നിൽക്കുന്ന ആളുകൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരണമെന്ന് പ്രമേയം പാസ്സാക്കുന്നു. അതോടൊപ്പം ഇന്നലെ നേരുന്ന കൺവെൻഷനിൽ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം വന്നതിന് ശേഷം പോലും അത്തരത്തിലൊരു യോഗം ചേരുന്നു. സ്ഥാനാർത്ഥി നിർണയം വന്നതിന് ശേഷം അങ്ങനെ ഒരു പരസ്യമായ ഒരു നിലപാടെടുത്തത് ഞാൻ അറിയില്ല. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം താങ്കളെ അദ്ദേഹം ബന്ധപ്പെടുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ? തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും നമുക്ക് ആലോചിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനോട് നിഷേധാത്മകമായ എല്ലാ പെരുമാറിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ മുക്കം മുഹമ്മദ് സ്ഥാനാർത്ഥിയാവണമെന്ന് പാർട്ടി പ്രവർത്തകരൊക്കെ താങ്കൾ ഏതെങ്കിലും രീതിയിൽ, കാരണം ഈ മാറി വരുന്ന താങ്കൾ 7ാമത്തെ തവണയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്, അപ്പോൾ ഏതെങ്കിലും രീതി സ്വമേധയാ എപ്പോഴെങ്കിലും പാർട്ടിയെ താൻ മാറി നിൽക്കുകയാണ് എന്ന് ഏതെങ്കിലും സമയത്ത് അറിയിച്ചിരുന്നു? മന്ത്രിസഭയിൽ എന്നെ മാറ്റി തോമസിനെ വെക്കണമെന്നൊരു ചർച്ച നടന്നപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം, പക്ഷേ എനിക്ക് മാന്യമായ ഒരു സെൻഡ് ഓഫ് നിങ്ങൾ തീർന്ന അന്തരീക്ഷം ഉണ്ടാക്കണം, ഞാനത് നിർത്താം. പക്ഷേ മാന്യമായല്ലാതെ തീർന്നത് എന്ന് അറിയാത്തവരല്ലല്ലോ കേരളീയർ. എപ്പോഴെങ്കിലും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മുഖ്യമന്ത്രി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നതാണ്, എല്ലാ പ്രതിസന്ധികളിലും താങ്കളോടൊപ്പം നിൽക്കുന്നതാണ്, ഈ മുഖ്യമന്ത്രിയുടെ കൂടി പേര് കൂട്ടിച്ചേർത്ത് വരുന്നുണ്ട്, താങ്കളെ സഹായിക്കുന്നത് മുഖ്യമന്ത്രി കൂടിയാണ് എന്നുള്ളത്? അത് മുഖ്യമന്ത്രിയെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണ് അങ്ങനെ പറയുന്നത്. അടുത്ത ദിവസം തന്നെ താങ്കൾക്കൊപ്പം മുക്കം മുഹമ്മദും കൂടെ ഉണ്ടാവും പ്രചരണത്തിന്. എല്ലാ NCP-കാരനും, എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകനും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയത്തോട് പ്രതിബദ്ധതയുള്ള ഒരു NCP-കാരനും LDF-ന് ദോഷം വരുത്തുന്ന ഒരു കാര്യവും ചെയ്യുകയില്ല. എല്ലാ വിജയാശംസകളും. കൃത്യമായി പാർട്ടി തീരുമാനം നടപ്പിലാക്കുകയാണ്, അതിൽ വ്യക്തിപരമായ താല്പര്യങ്ങളില്ല എന്ന് കൃത്യമായി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്.